ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 5th തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ 5 ഓഫ് കരിഷ്മ, Judgment, 3 of Karishma, 9 of Karishma. ഇന്നത്തെ ദിവസം മെയിൻ ഒരു പോസിറ്റീവ് എനർജി വന്നിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഒത്തിരി പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ടെൻഷൻ അടുപ്പിക്കുന്ന പല എനർജീസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതിനെല്ലാം കുറച്ചും കൂടെ നേരിടാനായിട്ട്, കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിലെ ലാക്ക്, കുറവുകൾ, അവിടെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. അത് മറികടക്കാനായിട്ട് ഞാൻ എന്ത് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ പാഷൻ കൊണ്ടുവരാനായിട്ട് ആ ഒരു എനർജി ആയിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ പ്രയോറിറ്റി, മുൻഗണന, അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് എൻ്റെ ലൈഫിൽ ആവശ്യമില്ലാത്ത എനർജീസ് എന്തൊക്കെയാണ്, ഞാൻ ഏത് എനർജിയിലാണ് ആവശ്യമില്ലാതെ എൻ്റെ സമയം കളയുന്നത്, അത് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ പെരുമാറാനായിട്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിങ്ങൾക്ക് വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ എന്ത് ആക്ഷൻസ് എടുക്കണം അതിലെല്ലാം കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ മുന്നേറാനായിട്ട്, പുതിയ ഡോർസ് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫേവറിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ടീം വർക്കിലാണ്. ഓക്കെ, കൊളാബറേഷൻ്റെ എനർജിയിലാണ്. മറ്റുള്ളവരായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതെല്ലാം കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ചില സിറ്റുവേഷനിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം, ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാരണം അങ്ങനത്തെ ഒരു സപ്പോർട്ട് ലഭിക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട്, കുറച്ചും കൂടെ തൻ്റെ പാർട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യവും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമുക്കത് പോസിബിൾ ആകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, ടീം വർക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയൊരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് ഓപ്പൺ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ, ലാക്ക് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടുകൾ, അത് തരണം ചെയ്യാനായിട്ടും ഒരു എനർജി നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിൻ്റെ രൂപത്തിൽ മുന്നോട്ട് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസവുമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 5th തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ ക്യൂൻ ഓഫ് വിസ്ഡം ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു. Ace of Strength in energy,
3 ഓഫ് വിസ്ഡം, കിങ് ഓഫ് വിസ്ഡം. ഒത്തിരി വിസ്ഡത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് സെൽഫ് കെയർ റുട്ടീനിൽ നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജി കുറച്ചും കൂടെ ബാലൻസിൽ കൊണ്ടുവരാനായിട്ട്, കുറച്ച് പേര് ഓറ ക്ലെൻസിങ് ആയിരിക്കാം, നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് സ്ട്രെങ്ത്തിലും വന്നിട്ട് ഒത്തിരി പവർ, നിങ്ങളുടെ ഇന്നർ പവർ കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ശക്തിയിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പാഷൻ, പുതിയ എന്തെങ്കിലുമൊക്കെ എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, പുതിയ എനർജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ക്രിയേറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇമാജിനേഷൻ പവർ നിങ്ങളുടെ വർദ്ധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറേ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആ ഒരു ക്രിയേറ്റീവ് സൈഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇന്ന് കെയർഫുൾ ആകേണ്ടത്, നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തി ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട്, ആ ഒരു അറിവിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണോ? ഓക്കെ, അതിൽ കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലുമൊക്കെ ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങൾ ഷെയർ ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ഒത്തിരി വൈകാരികമായിട്ടുള്ള എനർജി, ഒത്തിരി ആ ഒരു ഇമോഷണൽ ഇംബാലൻസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഇവിടെ കിങ് ഓഫ് വിസ്ഡം വന്നിട്ടും പറയുന്നത് നിങ്ങളോട് കുറച്ചും കൂടെ കൈൻഡായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജി മറ്റുള്ളവരിലും സ്പ്രെഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണോ, ഓക്കെ, ഈ ഒരു നിമിഷം എന്താണോ, അതിൽ കുറച്ചൊരു അക്സെപ്റ്റൻസ് കൊണ്ടുവരാനായിട്ട്, അംഗീകരിക്കാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കംപ്ലൈനിങ് എനർജി, ഓക്കെ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡിസോൾവ് ചെയ്ത് കളയുക, അത് ലെറ്റ് ഗോ ചെയ്ത് കളയുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു സർക്കിളിൽ നിന്നിട്ട്, ഫാമിലിയിൽ നിന്നിട്ട്, ഫ്രണ്ട്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷം, ഈ ഒരു ദിവസം നിങ്ങളുടെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. ആ ഒരു എനർജിയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഡിസോൾവ് ചെയ്ത് കളയുക, അത് അലിയിച്ച് കളയുക നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട്. അതിന് പകരമായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.